നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 പ്രചരണാർത്ഥം വോർക്കാടിയിൽ സംഘടിപ്പിച്ച UDF പൊതുയോഗം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാ ഗ്യാരണ്ടി കേരളത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. This news sponsored by Yenappoya Speciality Hospital, Kodiyalbayal, Mangalore. കർണാടക സർക്കാർ 3 വർഷം മുമ്പ് ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ പരിഹസിച്ചിരുന്നുവെന്നും അതുപോലെ തന്നെയാണ് ഇത് കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് ഇപ്പോൾ UDF പറയുമ്പോൾ അതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു തള്ളുന്നതെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മഞ്ചേശ്വരം മണ്ഡലം UDF സ്ഥാനാർത്ഥി AK അഷ്റഫിന്റെ പ്രചരണാർത്ഥം വോർക്കാടി പഞ്ചായത്തിലെ മജീർപള്ളിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ಕರ್ನಾಟಕ ಗ್ಯಾರಂಟಿ ಯೋಜನೆಗಳನ್ನು ಘೋಷಣೆ ಮಾಡಿದೆ. ಅವುಗಳನ್ನು ಜಾರಿ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯನೇ ಇಲ್ಲ. ಒಂದು ವೇಳೆ ಜಾರಿ ಮಾಡಿದ್ರೆ ಕರ್ನಾಟಕ ರಾಜ್ಯ ಆರ್ಥಿಕವಾಗಿ ದಿವಾಳಿಯಾಗ್ತದೆ. ಆಮೇಲೆ ಬಿಜೆಪಿಯವರೆಲ್ಲ ಶುರು ಮಾಡ್ಕೊಂಡ್ಬಿಟ್ರು, ಗ್ಯಾರಂಟಿ ಯೋಜನೆಗಳನ್ನು ಜಾರಿ ಮಾಡಿದ್ರೆ ಖಜಾನೆ ಖಾಲಿ ಆಗ್ಬಿಡ್ತದೆ, ಅಭಿವೃದ್ಧಿ ಕೆಲಸಗಳೆಲ್ಲ ನಿಂತು ಹೋಗ್ತವೆ. ಆಮೇಲೆ 1 ವರ್ಷ ಮಾತ್ರ ಈ ಗ್ಯಾರಂಟಿ ಯೋಜನೆಗಳನ್ನು ಮಾಡೋದು, 1 ವರ್ಷದ ನಂತರ ಮಾಡೋಕ್ಕಾಗಲ್ಲ. ಕಾರಣ ಯಾಕಪ್ಪ ಅಂತಂದ್ರೆ ದುಡ್ಡು ಒದಗಿಸ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗಲ್ಲ. ಇವತ್ತು ಗ್ಯಾರಂಟಿ ಯೋಜನೆಗಳನ್ನು ಕಳೆದ 3 ವರ್ಷಗಳಿಂದ ಜಾರಿ ಮಾಡಿದ್ದೇವೆ. ಪ್ರತಿ ವರ್ಷ ಸುಮಾರು 52,000 ಕೋಟಿ ರೂಪಾಯಿಗಳನ್ನು ಈ ಗ್ಯಾರಂಟಿ ಯೋಜನೆಗಳಿಗೆ ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಜನಸಂಖ್ಯೆ ಇರ್ತಕ್ಕಂಥದ್ದು 7 ಕೋಟಿ, ಸುಮಾರು 7 ಕೋಟಿ. ಅದರಲ್ಲಿ ಮಹಿಳೆಯರಿರ್ತಕ್ಕಂಥದ್ದು 3.5 ಕೋಟಿ. 3.5 ಕೋಟಿ ಮಹಿಳೆಯರು ಕೂಡ ಸರ್ಕಾರಿ ಬಸ್ಗಳಲ್ಲಿ ಫ್ರೀಯಾಗಿ ಓಡಾಡಬಹುದು. KSRTC ಬಸ್ನಲ್ಲಿ ಫ್ರೀಯಾಗಿ ನಿಮ್ಮ ಮೇಲೆ ಇನ್ಮೇಲೆ ಈ ಚುನಾವಣೆ ಆದಮೇಲೆ ನೀವು ಯಾರು ಕೂಡ ದುಡ್ಡು ಕೊಡಬೇಕಾಗಿಲ್ಲ. ಹೆಣ್ಮಕ್ಳು ಯಾರು ದುಡ್ಡು ಕೊಡಬೇಕಾಗಿಲ್ಲ. ಅದು ಕಳೆದ 3 ವರ್ಷದಿಂದ ನಾವು ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಅದರಿಂದ ಏನಾಗುತ್ತೆ, ನಿಮಗೆ ಬಸ್ಸು ಕೊಡ್ತಕ್ಕಂಥ ದುಡ್ಡಿದೆಯಲ್ಲ, ಟಿಕೆಟ್ ತಗೋಬೇಕಲ್ಲ, ಆ ದುಡ್ಡು ಉಳಿತಾಯ ಆಗುತ್ತೆ. ಅದು ಬೇರೆ ಬಾಬುಗಳಿಗೆ ಖರ್ಚು ಮಾಡೋಕ್ಕಾಗಲ್ವಾ? ಮತ್ತೆ ಇದು ಒಳ್ಳೆ ಕಾರ್ಯಕ್ರಮ ಅಲ್ವಾ? കർണാടകയിൽ 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി നൽകുന്നുണ്ടെന്നും ഇന്ദിരാ ഗ്യാരണ്ടി കേരളത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. യോഗത്തിൽ കർണാടക ജലസേചന വകുപ്പ് മന്ത്രി ബോസ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP, സ്ഥാനാർത്ഥി AK അഷ്റഫ്, പുത്തൂർ MLA അശോക് റൈ, കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ, മുൻ കർണാടക മന്ത്രി രാമനാഥ, വിനയകുമാർ സോർക്ക, KPCC സെക്രട്ടറിമാരായ ഹക്കിംകുന്നിൽ, ബാലകൃഷ്ണൻ പെരിയ, അഡ്വക്കേറ്റ് സുബ്ബയ്യ റൈ, സുന്ദര ആരിക്കാടി, ലക്ഷ്മണ പ്രഭു, മഞ്ജുനാഥ് ആൾവ, JS സോമശേഖർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ, അസീസ് മെരിക്കെ, M അബ്ബാസ്, TA മൂസ, AK ആരിഫ്, ഹർഷാദ് വോർക്കാടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.